കേരളത്തിന്റെ നെഞ്ച് തകർത്ത് ജെൻസൺ യാത്രയായി. ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രുതി ചികിത്സയിലുള്ള കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ശ്രുതിയെ അവസാനമായി കാണിച്ച ശേഷം ജെൻസനെ ആണ്ടൂരിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് 3 മണിക്ക് നിത്യസഹായ മാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അത്യന്തം ഹൃദയം മുറിക്കുന്ന വാർത്തയാണ് ഇന്നലെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ കേട്ടത്. അവരെയൊക്കെ കാതടപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. ഉറ്റവരും ഉടയവരുമൊക്കെ നഷ്ടപ്പെട്ട് പ്രതീക്ഷയുടെ തീരത്തേക്ക് പിച്ചവയ്ക്കുന്ന ശ്രുതിയെ ഒറ്റയ്ക്കാക്കി തരിച്ചാക്കി ജെൻസനും ഈ ലോകത്ത് നിന്നും നിദ്രയിലേക്ക് പോവുകയാണ്. കമൽ ചേരുന്നുണ്ട് കൽപ്പറ്റ ആശുപത്രിയിൽ നിന്നും. കമൽ, എല്ലാവരും കണ്ണു നനഞ്ഞ് മാത്രമേ അവിടുന്ന് മടങ്ങുന്നുള്ളൂ. അങ്ങനെ കേരളത്തിൻ്റെ ഹൃദയത്തിലേറ്റ ഒരു മുറിവായി ഈ വിയോഗം മാറുകയാണ്. ശ്രുതിയെ കാണിച്ചുപോ പ്രിയതമൻ്റെ ആ ചേതനയേറ്റ ശരീരം, വൈകാരികമായ രംഗങ്ങൾ വിവരിക്കാം കമൽ. രജീഷ്, അതിവൈകാരികമായിരുന്നു ആ രംഗങ്ങൾ എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. കാരണം ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്, ICUവിലാണ് ഉണ്ടായിരുന്നത് കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ. അവിടെ ഒരു സ്വകാര്യ മുറിയിലേക്ക് ശ്രുതിയെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് അവിടേക്കാണ് ഈ മൃതദേഹം എത്തിച്ചത്. അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു. ശ്രുതി വലിയ രീതിയിൽ കരയുകയും അതിവൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് ആ മുറിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്. തുടർന്ന് ഈ ജെൻസനെ കാണിച്ച് കൊണ്ടുപോയതിന് ശേഷം ഡോക്ടർമാർ സെഡേഷൻ കൊടുത്ത ശ്രുതിയെ മയക്കി കിടത്തിയിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിലാണ് പെട്ടെന്ന് പൊതുദർശനത്തിനായി ആണ്ടൂരിലേക്ക് കൊണ്ടുപോയ ജെൻസന്റെ മൃതദേഹം കൽപ്പറ്റ ലിയോ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ശ്രുതിയെ കാണിച്ചതിന് ശേഷം മതി പൊതുദർശനം എന്ന തീരുമാനം ഉണ്ടാവുകയായിരുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് 10:30 ശ്രുതിയെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച ജെൻസനെ കാണിച്ചിരുന്നു. പക്ഷേ അപ്പോൾ മരണം സ്ഥിരീകരിച്ചിരുന്നെങ്കിൽ കൂടി അത് ശ്രുതിയോട് പറഞ്ഞിരുന്നില്ല. വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന ജെൻസനെ തന്നെയാണ് ശ്രുതി കണ്ടത്. ശ്രുതി കൈ പിടിച്ച് നോക്കി, പൾസ് നോക്കി എന്നൊക്കെ അതിന് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രുതിക്ക് മനസ്സിലായോ എന്ന് ആർക്കും അറിയില്ല, പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ അതിനുശേഷം ശ്രുതിയുടെ ആരോഗ്യനില വഷളായി, രക്തസമ്മർദ്ദം കൂടി, ശ്വാസം ദ്രുതഗതിയിലായി. തുടർന്ന് ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി കുറച്ചു നേരം ശ്രുതിയെ പരിചരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് തിരിച്ച് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജെൻസന്റെ മൃതദേഹം അവസാനമായി ശ്രുതിയെ കാണിച്ചിരിക്കുന്നു. ശ്രുതി അത് കണ്ടു. ജെൻസൺ തന്നെ വിട്ടുപോയി, ഈ ലോകം വിട്ടുപോയി എന്ന ബോധ്യം ശ്രുതിക്ക് ഉണ്ടായിരിക്കുന്നു. അതിവൈകാരികമായ പ്രതികരണമായതുകൊണ്ട് തന്നെ ഡോക്ടർമാർ സെഡേഷൻ കൊടുത്ത ഇപ്പോൾ ശ്രുതിയെ മയക്കി കിടത്തിയിരിക്കുന്നു. കമൽ വിവരിച്ചതുപോലെ നമുക്ക് വാക്കുകൾക്ക് പരിമിതികളുണ്ട്. കാരണം മുറിഞ്ഞു പോകും വാക്കുകൾ ആ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇനി ആരുണ്ട് ശ്രുതിക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൻ്റെ ആ പരിപ്രേക്ഷ്യത്തിലേക്ക് ശ്രുതി ഇനി ഏകയായി നിൽക്കുകയാണ്. ശ്രുതി കരുതലോട് ചേർത്ത് പിടിക്കേണ്ട ബാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അവൾ ആ യാഥാർത്ഥ്യം ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഒരു മയക്കത്തിലേക്ക് പോവുകയാണ്. അവിടെ വരുന്ന ആളുകൾക്കൊക്കെ പറയാനുള്ളത് എന്തായിരുന്നു? കാരണം 10 വർഷം ചേർത്ത് പിടിച്ചതാണ് ഹൃദയത്തോട്. അവരാണ് വേർപിരിയുന്നത്. പ്രജീഷ്, ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാവരും വളരെയധികം സങ്കടത്തോടെ തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ട് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ വെച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. ജെൻസൺ ഓടിച്ചിരുന്ന മാരുതി ഓമ്നി വാൻ ഒരു സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ദേശീയപാതയിൽ വെച്ച. ശ്രുതിയാണ് അടുത്ത സീറ്റിൽ ഇടതുഭാഗത്തുണ്ടായിരുന്നത്. ശ്രുതിയുടെ ബന്ധുക്കൾ, അച്ചമ്മയും അതുപോലെ അച്ഛൻ്റെ സഹോദരിയുമൊക്കെ മറ്റ് ബന്ധുക്കളുമൊക്കെ പിൻസീറ്റിലുണ്ടായിരുന്നു. എല്ലാവർക്കും പരിക്കേറ്റു. ശ്രുതിക്ക് കാലിനാണ് പരിക്കേറ്റത്. പക്ഷേ ജെൻസന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. ആദ്യം കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ എത്തിച്ച് ആദ്യ പരിശോധനയിൽ തന്നെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആന്തരിക രക്തസ്രാവമുണ്ട് എന്ന് വ്യക്തമായി. തുടർന്ന് എല്ലാ ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഉള്ള ആംബുലൻസിൽ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ചെങ്കിൽ കൂടി ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതാണ് ഇന്നലെയും ഇന്നുമൊക്കെ അവിടുത്തെ ഡോക്ടർമാർ വിശദീകരിച്ചത്. കാരണം രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനവും ഒരു സ്ഥായിയായ നിലയിലായിരുന്നില്ല. എല്ലാം മാറി
പറയുന്ന അവസ്ഥയായിരുന്നു. ഒരു ശസ്ത്രക്രിയയ്ക്കോ മറ്റെന്തെങ്കിലും ശ്രമത്തിനോ ഉള്ള അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിലും പുറത്തുമൊക്കെ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ചികിത്സയോ മറ്റിടപെടലോ നടത്താൻ കഴിഞ്ഞില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇന്നലെ വൈകിട്ട് വരെ ജീവൻ നിലനിർത്തി. രാത്രി 8:57 ഈ മരണം സ്ഥിരീകരിച്ചത്. പ്രജീഷ് ചോദിച്ചതുപോലെ 10 വർഷത്തെ പ്രണയം, അതിനിടയിൽ ഇങ്ങനെയൊരു ദുരന്തം, വിവാഹ നിശ്ചയം കഴിയുന്നു, പുതിയ വീടിൻ്റെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞ് നനച്ചിരിക്കാതെ ഒരു ദുരന്തമെത്തി ശ്രുതിയുടെ ഉറ്റവരെ മുഴുവൻ കൊണ്ടുപോകുന്നു. അച്ഛനും അമ്മയും സഹോദരിയും അതുപോലെ മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ 9 പേരാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായത്. ശ്രുതി ജോലിസ്ഥലമായ കോഴിക്കോട് ആയതുകൊണ്ടാണ് ശ്രുതിക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായത്. പക്ഷേ ആ ഒറ്റയ്ക്ക് ഈ ഉറ്റവരെ നഷ്ടപ്പെട്ട് പകച്ചു നിന്ന ശ്രുതിയെ കൈപിടിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു ജെൻസൺ. നമ്മളൊക്കെ ആ ദുരന്തഭൂമിയിലെയും ആ പൊതുശ്മശാനത്തിലെയൊക്കെ കാഴ്ചകൾ കണ്ട് കണ്ണ് നിറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും ആശ്വാസകരമായൊരു കാഴ്ച ജെൻസന്റെ കൈ പിടിച്ച നടന്നു നീങ്ങുന്ന ശ്രുതിയായിരുന്നു. ആ കാഴ്ച എല്ലാവർക്കും ആശ്വാസം നൽകിയതാണെങ്കിൽ വീണ്ടും ഈ മരണപ്പെട്ടവരുടെ 41-ാം ദിനമൊക്കെ കഴിഞ്ഞ് ആ ദിവസം അപകടത്തിൻ്റെ രൂപത്തിൽ മറ്റൊരു ദുരന്തം ഇവരെ വേട്ടയാടുകയാണ്. വീണ്ടും ശ്രുതി തനിച്ചാവുകയാണ്. പ്രജീഷ്. ശരി, കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വേർപാടൊരു പക്ഷേ കേരളത്തിന് തീരാവേദനയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് മൂകസാക്ഷിയായി ഏകയായി അവൾ ആ പ്രതീക്ഷയുടെ തീരത്ത് നിന്നും വീണ്ടും അവൾക്ക് ദുഃഖത്തിൻ്റെ ആ പടുകുഴിയിലേക്ക് വീണു പോകേണ്ടി വരുന്ന കാഴ്ചയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കും, എങ്ങനെ യാഥാർത്ഥ്യം അവളിലേക്ക് എത്തിക്കും? ഇപ്പോൾ മയക്കത്തിലാണ്. സെഡേഷൻ നൽകി ശ്രുതിയെ മയക്കി കിടത്തിയാലും തിരിച്ച് അവൾ ഉണർന്നു വരുമ്പോൾ അവളോട് എന്ത് പറയും എന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം.